ബ്രസ്റ്റ് ക്യാൻസർ ആരിലാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ എന്നുള്ളത് തന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടറാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് 8 സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള അവരുടെ ആയുസ്സിൽ, അവരുടെ ലൈഫ് ടൈമിൽ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടാമെന്നുള്ളതാണ്. റെയറായിട്ട് ആണുങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട്. ഒരു സ്ത്രീയുടെ ആയുസ് കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. പീരീഡ്സ് നിൽക്കുക അല്ലെങ്കിൽ മെനോപോസ് എത്തുക, മാസ്കുലിറ്റി നിർത്തുന്നതിന് ശേഷമാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ കാണപ്പെടുന്നത്. ഈസ്ട്രജൻ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ കണ്ടുവരുന്നത്. ഹൈപ്പർ ഈസ്ട്രജനിസം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുതൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ കൂട്ടാം. അതിൽ നമ്മൾ പൊതുവേ നമുക്കറിയാവുന്നതുപോലെ അമിതവണ്ണം, വ്യായാമക്കുറവ്, ഇതെല്ലാം കാരണമാണ്. അതിൻ്റെ കൂടെ തന്നെ ഏർലി മെനാർക്കി, നേരത്തെ തന്നെ ചെറുപ്രായത്തിൽ, പ്രായം വളരെ കുറവായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ മെനാർക്കി ഉണ്ടാവുക, പീരീഡ്സ് തുടങ്ങുക. അതുപോലെ ലേറ്റ് മെനോപോസ്, മാസങ്ങളിൽ നിൽക്കുന്ന പീരീഡ്സ് നിൽക്കുന്നത് താമസിച്ചാവുക. ഇതെല്ലാം നമ്മുടെ ശരീരത്ത്, സ്ത്രീകളുടെ ശരീരത്ത് ഈസ്ട്രജൻ എക്സ്പോഷർ കൂട്ടുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ കൂട്ടാൻ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. വളരെ ചെറിയ ശതമാനം കേസുകൾ, ഒരു 5% താഴെ എന്ന് വേണമെങ്കിൽ പറയാം, ഫാമിലിയിലായിട്ട് കാണപ്പെടാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഏർലി മാരേജ്, അതേപോലെ കുട്ടികൾ നേരത്തെ ഉണ്ടാവുക, 30 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെ കുട്ടികൾ ഉണ്ടാവുക, അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് കറക്റ്റായിട്ട് ചെയ്യുക, 2 വർഷങ്ങളും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സാണ്. ലേറ്റ് മാരേജ്, നള്ളിപ്പാറ്റി, കുട്ടികളില്ലായ്മ, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നതാണ്.